കമ്മാരപുത്രനാം ചുന്ദൻ ചോദിച്ചു ബുദ്ധനോടിത്. മുനിയങ്ങു മഹാപ്രാജ്ഞൻ ബുദ്ധൻ ധർമ്മത്തിനീശ്വരൻ തൃഷ്ണ വിട്ടോൻ നയിക്കുന്നോരിലുത്തമൻ കനിഞ്ഞോതുക ലോകത്തിൽ ഭിക്ഷുമാരെത്രമാ. മഹാപ്രാജ്ഞനായ ബുദ്ധനെപ്പോലെ വേറിട്ട പാതയാണ് മാധവൻ അയ്യപ്പത്തെന്ന സാഹിത്യ നായകൻ്റേത്. കവിതയുടെ വഴികൾ ആധുനികതയിലേക്ക് തുറന്നുകൊണ്ട് അദ്ദേഹം നടക്കുന്നു. കാലത്തിന് മങ്ങലേൽപ്പിക്കാനാവാത്ത പൊൻകാരത്തിൻ്റെ തിളക്കം അക്ഷരങ്ങളിൽ ആവാഹിച്ചുള്ള ജീവിതം, അനുഭവത്തിൻ്റെ ഉയരുലയിൽ നിന്ന് കവിതയുടെ പുതിയ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കുന്ന യാത്ര. ബുദ്ധൻ ധർമ്മത്തിനീശ്വരൻ തൃഷ്ണ വിട്ടോൻ നയിക്കുന്നോരിലുത്തമൻ കനിഞ്ഞോതുക ലോകത്തിൽ ഭിക്ഷുമാരെത്രമാതിരി. മലയാളത്തിലെ ആധുനികതയുടെ പ്രമുഖ വക്താവാണല്ലോ മാധവൻ അയ്യപ്പത്ത്. ഈ ആധുനികതയുടെ സംവേദനത്തിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇപ്പോൾ ഈ ആധുനികത ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു എന്ന് പറയുന്നുണ്ടല്ലോ. പ്രസ്ഥാനങ്ങൾ വാസ്തവത്തിൽ അങ്ങനെ വളരുകയല്ല ചെയ്യുന്നത്. അതായത് ഇന്ന് കാലം മുതൽക്ക് പ്രസ്ഥാനം ആയി. ആധുനികത 1967 മുതൽ അല്ലെങ്കിൽ 63 മുതൽ ആധുനികത വന്നു. ഇനി നമുക്ക് ആധുനികത വളർത്താം എന്ന നിലയ്ക്കല്ല ആധുനികത മാത്രമല്ല ഒരു പ്രസ്ഥാനവും ഉണ്ടാവുന്നത്. അതൊക്കെ ഒരു തിരിഞ്ഞു നോട്ടത്തിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നമുക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതിപ്പോൾ ഈ സാഹിത്യത്തിലെ മാത്രമല്ല, ഇപ്പോൾ ഈ പ്രമുഖമായിട്ടുള്ള മതങ്ങളുടെ എടുത്ത് നോക്കിക്കോളൂ, ബുദ്ധൻ്റെ എടുത്ത് നോക്കിക്കോളൂ. ബുദ്ധൻ ബുദ്ധമതം സ്ഥാപിച്ചിട്ടില്ല, ക്രിസ്തുമതം സ്ഥാപിച്ചിട്ടില്ല. അത് ഒരു ജീവിതചര്യയായിട്ട് പതുക്കെ പതുക്കെ വളർന്നു വന്ന് പിന്നീട് നമ്മൾ അത് ഇന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ന സംഗതി എന്ന് നിരൂപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേമാതിരി കവിതയിലെ ആധുനികത എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് 10, 20, 30 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ലാൻഡ്മാർക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. ഇവിടുന്ന് ആധുനികത തുടങ്ങി, ഇന്ന പുസ്തകം മുതൽക്ക് ആധുനികത തുടങ്ങി എന്ന് പിൽക്കാലത്ത് നമുക്ക് നിർണ്ണയിക്കാം എന്നേ ഉള്ളൂ. ആ നിർണ്ണയത്തിന് തന്നെ ഒരു ആത്യന്തിക സ്വഭാവമില്ല. ഒരു കാലഘട്ടത്തിൽ ഇന്ന ആളുടെ കവിത മുതൽക്കാണ് അല്ലെങ്കിൽ ഇന്ന കഥ മുതൽക്കാണ് ആധുനിക പ്രസ്ഥാനത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് എന്ന് ഒരു കൂട്ടം ആളുകൾ കണ്ടെത്തുന്നു. അത് അവർ പ്രഖ്യാപിക്കുന്നു. കുറേ കാലം അതൊരു പ്രമാണമായിട്ട് നടക്കും. പിന്നെ വരുന്ന കൂട്ടർ, ചില നിരൂപകന്മാരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന കൂട്ടരോ സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരോ അതിന് മുമ്പുള്ള ചില കവികളുടെ എഴുത്തുകാരുടെ കൃതികൾ അവർ പുതിയ അറിവ് വെച്ച് വായിക്കുമ്പോൾ അതിൽ ഈ പറയുന്ന ആധുനികതയുടെ ലക്ഷണങ്ങൾ അവർ കണ്ടെത്താൻ കഴിയുന്നു. അപ്പോൾ ആധുനികത തുടങ്ങുന്ന രേഖ, അതിൻ്റെ ആരംഭരേഖ കുറേ കൂടി പിന്നിലേക്ക് പോകും. കേരള കവിതാ ഗ്രന്ഥവരി ഇറക്കിയ എം ഗോവിന്ദൻ, അയ്യപ്പ പണിക്കർ, പാലൂര്, മാധവൻ അയ്യപ്പത്ത് എന്നീ 10 കവിതാ സമാഹാരങ്ങളുടെ കൂട്ടത്തിൽ ഈ കവിതാ സമാഹാരങ്ങൾ മുൻകാല കവിതകളുമായി എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ഇപ്പോൾ എൻ്റെ ഒരു നോട്ടത്തിൽ ഈ ആധുനികത തുടങ്ങിയത് ഏതാണ്ട് മഹാഭാരതം ആ കാലത്ത് മുതൽക്ക് ആധുനികത തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആധുനികത ലക്ഷണങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും, പല സാങ്കേതിക വിദ്യകളും പ്രയോഗങ്ങളും, അതായത് പോയറ്റിക് ടെക്നിക്സ്, അതുപോലെ ആവിഷ്കരണ സമ്പ്രദായങ്ങൾ, രീതികൾ, ഇതൊക്കെ നമുക്ക് അത്രയും പഴയ സങ്കല്പങ്ങളിൽ കാണാൻ കഴിയും. പക്ഷേ പലരും ഈ വക ഇതിഹാസങ്ങളും പുരാണങ്ങളും, ഞാൻ മഹാഭാരതത്തിനെയും രാമായണത്തിനെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ചും, അത് വായിക്കുന്നത് ഇത്തരം ഒരു നോട്ടത്തിൽ കൂടി ആയിരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ മുളകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പൂവുകൾ ഇന്നതാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ സന്ദർഭം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഒരു കൃതിയെ നോക്കുന്നത് ഏത് വീക്ഷണത്തിൽ കൂടെയാണ്, ഏതൊരു നോട്ടത്തിൽ കൂടെയാണ് നമ്മളത് കാണുന്നത് എന്നതനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ നമ്മളിൽ എത്താവുന്ന നിഗമനം. അതായത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ നിഗമനങ്ങൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ അവ്യക്തമായിട്ടെങ്കിലും രൂപപ്പെട്ടിരിക്കും. അതിനൊപ്പിച്ചാണ് നമ്മളുടെ കാഴ്ചകൾ ഉണ്ടാവുന്നത്. ആധുനിക കവിതയിൽ ദുർഗ്രഹത
ആണല്ലോ അന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതിന് എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അന്ന് ഈ പ്രശ്നം ഒരു ഒരു പ്രധാന പ്രശ്നമായിരുന്നു. ആ, എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ ഈ പുതിയ ആവിഷ്കാര സമ്പ്രദായത്തിൽ എഴുതുന്ന കവികൾ തുടക്കക്കാരായിരുന്നു. മുമ്പുള്ള ശീലത്തിലുള്ള കവിതകൾ ആണ് പ്രചരിച്ചു കൊണ്ടിരുന്നതും ആൾക്കാർക്ക് പരിചിതമായിരുന്നതും. അപ്പോൾ പുതിയൊരു സാധനം വരുമ്പോൾ അതിനോട് അത് അത്ര സ്വീകരിക്കാൻ ഒരു മടി എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ചും അന്ന് എഴുതിക്കൊണ്ടിരുന്ന കവികൾക്ക് കൂടി അല്ല, അവൾക്കാണ് കൂടുതൽ വിഷമമുണ്ടായിരുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള കവികൾ കൂടി ഇത് ഒരു പടിഞ്ഞാറൻ ചരക്ക് ഇറക്കുമതി ചെയ്ത് ഇവിടെ വിറ്റഴിക്കാൻ പുറപ്പെടുന്നതാണ് എന്ന ആക്ഷേപം പറഞ്ഞിരുന്നു. അത് ശരിയാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പലർക്കും വളരെയധികം ശകാരം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്, അത് ഉണ്ടാവുകയും ചെയ്യും. അത് ഇനി വരുന്ന സമ്പ്രദായക്കാരെക്കുറിച്ച് ഇതിന് മുമ്പുള്ള ആൾക്കാർ ആക്ഷേപിക്കും. സമകാലീനരായ മറ്റു കവികൾ ധാരാളം കവിതകൾ എഴുതിയപ്പോൾ അങ്ങ് വളരെ കുറച്ച് കവിതകൾ മാത്രം എഴുതിയതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അത് വളരെ ഒരു 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 എന്താ പറയണ്ടേ, ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു തരത്തിൽ. അപ്പം നമ്മൾ ഈ ഔട്ട്പുട്ട് കവിതയുടെ എണ്ണം അല്ലെങ്കിൽ വണ്ണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നോക്കിയിട്ട് കാര്യമില്ല. ചില ആൾക്കാർ ധാരാളം എഴുതും, ചില ആൾക്കാർ വളരെ കുറച്ച് എഴുതുള്ളൂ. അങ്ങനെയുണ്ടല്ലോ. ചില ആൾക്കാർ എഴുത്തൊരു തൊഴിലായിട്ട് സ്വീകരിക്കും, ചില ആൾക്കാർക്ക് അതൊരു വിനോദമായിട്ടിരിക്കും. അങ്ങനെ പല സംഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചില ആൾക്കാർ ധാരാളം എഴുതി, ചില ആൾക്കാർ അത്ര എഴുതിയില്ല എന്നുള്ളത് ഒരു കമ്പാരിറ്റീവ് ഇതിൽ നോക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനായിട്ട് എന്നെ കണക്കാക്കിയിട്ടില്ല. എഴുത്ത് എൻ്റെ ഒരു തൊഴിലായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. അത് ആദ്യമായിട്ടൊരു കൗതുകം ആയിരുന്നു. ആ കൗതുകത്തിൻ്റെ പേരിലാണ് ഞാൻ എഴുതിയത്. അങ്ങനെ എഴുതാൻ തോന്നുമ്പോൾ എഴുതും, അഥവാ എഴുത്ത് വരുമ്പോൾ ഞാനത് കടലാസിലാക്കും എന്നേ പറയാനുള്ളൂ.